സൂര്യനിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കുന്തി ദേവിക്ക് 5 പുത്രന്മാരുണ്ടായി, അതുപോലെ തന്നെ മേരിക്ക് യേശു ക്രിസ്തു ജനിച്ചു. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഞാനിത് ചോദിക്കാൻ വ്യക്തമായ കാര്യമുണ്ട്, കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഗുരുജിയോട് ഞാനത് ഷെയർ ചെയ്യാം, എൻ്റെ ലൈഫിൻ്റെ കാര്യം. വെള്ളം ഉണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെള്ളം ഉണ്ടോ നിർബന്ധമായിട്ടും അസുഖം വരും. ഇത് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ വരും. ഇനി അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ അസുഖം മാറുകയും ചെയ്യും. പൂജാമുറിയും ബാത്റൂമും ഭിത്തി ഷെയർ ചെയ്യാമോ? വേണേൽ പരീക്ഷ നോക്കിക്കോളൂ. നിങ്ങൾ എല്ലാവരും വീട്ടിൻ്റെ ഒരു അലമാര തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് തിരിച്ചിട്ടൊന്ന് വെച്ച് നോക്കും, സമ്പത്ത് വരും, ഒരു സംശയം വേണ്ട. വാസ്തു എന്ന് പറഞ്ഞാൽ പ്യൂർലി നിങ്ങൾക്ക് യൂസ് ചെയ്തോ 100% റിസൾട്ട് വരും. നിങ്ങൾ എന്താണോ ലൈഫ്, നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ, വേറെ എവിടെയൊന്നുമല്ല നിങ്ങൾ വിടാൻ നോക്കണ്ടേ. ഒന്ന് അങ്ങ് പറഞ്ഞിരുന്നു, കൈകാല് കഴുപ്പ് വരുന്നത് തെക്ക് പടിഞ്ഞാറേ വശം നോക്കിയാൽ മനസ്സിലാവുന്നു. എന്ത് ദോഷം ഉണ്ടെങ്കിലും അങ്ങനെ വരുന്നത്, അതൊന്ന് പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം. ആരാണ് ഒന്ന് കൈ പൊന്തിക്കും, എനിക്കൊന്ന് കാണാനാ. ഗുഡ്. പിന്നെ 2 ചോദ്യം കൂടെ ഉണ്ട്. ആയിക്കോട്ടെ. പൂജാമുറിയും ബാത്റൂമും ഭിത്തി ഷെയർ ചെയ്യാമോ? ഓക്കെ. പിന്നെ തെക്ക് പടിഞ്ഞാറുള്ള വർക്ക് ഏരിയയിൽ നിന്നും വെള്ളം ഒഴുക്കുന്നത് കിഴക്കോട്ടേക്കാകാമോ? ഓക്കെ. ഇത് 3 ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം ആദ്യം ഒന്നുകൂടി പറയാമോ? അങ്ങ് പറഞ്ഞിരുന്നല്ലോ, കൈകാല് കഴപ്പ് വരുന്നത് തെക്ക് പടിഞ്ഞാറ്, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കും, നോക്കിയാൽ അറിയാമെന്ന്. അതൊന്ന് ക്ലാരിഫൈ ചെയ്തെന്ന് കിട്ടിയാൽ കൊള്ളാം. വെരി ഗുഡ്. ഗുഡ്. നമ്മളെ കേരളീയർക്ക് വാസ്തു അറിയില്ലെങ്കിലും അറിയണ 3 വാക്കുണ്ട്. ഒന്ന് വാസ്തു എന്നുള്ളത് തന്നെയാണ്, വാസ്തു നോക്കിയോ. 2 പറയും കന്നിമൂല. 3 ദോഷം എന്തെങ്കിലും ഉണ്ടോ. ഇത് 3 വാസ്തു. അപ്പോൾ ഇതിൽ നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂല തന്നെയാണ് എന്തെന്ന് പറയുക, തെക്ക് പടിഞ്ഞാറ് മൂല, സൗത്ത് വെസ്റ്റ് കോർണർ. ക്ലിയർ? ഇപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്പിരിച്വലി ഉള്ളവർ അതിനെക്കൊണ്ട് ഞാൻ ആ ലാംഗ്വേജ് പറയും, അപ്പം കുറച്ചുകൂടി ഇതാവും. അതായത് ഇതിൽ സങ്കല്പം, ഒരു വാസ്തു പുരുഷ സങ്കല്പം എന്നുണ്ട്. അപ്പം ഈശാന കോണിൽ ഈശൻ പ്രത്യക്ഷനായി, ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷനായി. അപ്പോൾ എൻ്റെ പ്രഭു എന്ന് പറഞ്ഞ് വാസ്തു പുരുഷൻ പരമേശ്വരൻ്റെ കാൽക്കലേക്ക് വീണു, വന്നിച്ചു. അപ്പോൾ തല എവിടെയായിരിക്കും? ഈശാനകോണം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂല. അപ്പോൾ തല എവിടെയായിരിക്കും? വടക്ക് കിഴക്ക് മൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാലെവിടെയായിരിക്കും? തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ അങ്ങനെയാണ് വീട്ടിൻ്റെ നെട്ടെല്ലാം എങ്ങനെയായിരിക്കും? വടക്ക് കിഴക്കുന്ന് തെക്ക് പടിഞ്ഞാറിലേക്ക്. ക്ലിയർ? ഐഡിയ ഇട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടോ? യെസ്. അതായത് നമ്മൾക്കുള്ള ചക്രാസുമായിട്ട് തന്നെ വീട്ടിൻ്റെ കൃത്യമായിട്ട് അങ്ങനെ ചക്രാസ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഹീലിംഗ് അറിയണവർ പറയണ കേട്ടോ. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നതാണ് മൂലാധാരം. അത് തന്നെയാണ് നമ്മളെ സങ്കല്പത്തിൽ വരുമ്പോൾ കാലിൻ്റെ ഭാഗം അവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു യത് പിണ്ഡേ തത് ബ്രഹ്മാണ്ടേ. അപ്പോൾ നിങ്ങളെ കാലിന് വേദന ഉണ്ട് എങ്കിൽ വേറെ എവിടെയും പോകണ്ട, നിങ്ങളെ വീട്ടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ ഒന്നും ചെക്ക് ചെയ്യുക. അതായത് അവിടെ ഒന്നുകിൽ അത് ഉള്ളോട്ടേക്കായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ കിണറോ വെള്ളമോ വരും. വെള്ളം ഉണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെള്ളം ഉണ്ടോ നിർബന്ധമായിട്ടും അസുഖം വരും. നൈരുത്യായ മഹാവ്യാധി ഭയം എന്നാണ് പറയുക. അതായത് നിറുതി എന്നാണ് വാസ്തുവിൻ്റെ ഭാഷയിൽ സൗത്ത് വെസ്റ്റ് കോർണറിനെ പറയുക. അപ്പോൾ അവിടെ വെള്ളമുണ്ടോ നമ്മൾക്ക് ഡോക്ടർക്ക് വെറുതെ പൈസ കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ എലമെൻ്റ് എർത്താണ്. എർത്ത് എലമെൻ്റാണ് അവിടുത്തെ. അപ്പോൾ അവിടെ വെള്ളം വന്നു കഴിഞ്ഞാലോ, അവിടെ കിണർ വന്നു കഴിഞ്ഞാലോ, അവിടെ താണു, അവിടെ വെള്ളം വന്നു. ഇത് രണ്ടും നമ്മളെ നൃത്തത്തിനെയാണ് ആദ്യം ബാധിക്കുക. നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, അധികം നിൽക്കാൻ പറ്റില്ല, വേഗം പോയി ഇരിക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് ബാധിക്കുക വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ അതേ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്താവും, നമ്മളെ ബോഡിയും ആ വീട്ടിൻ്റെ വാസ്തുവായിട്ട് കണക്റ്റഡ് ആവും. ഇത് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ വരും. ഇനി അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ അസുഖം മാറുകയും ചെയ്യും. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതമാണത്, പക്ഷേ റിയലി അത് സംഭവിക്കും. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? വെള്ളം വരാനുള്ള പൈപ്പ് ഉണ്ട് അവിടെ. ആ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാലിന് വേദന വരും. അതുമല്ല ഇടയ്ക്ക് ഡോക്ടർക്കും പൈസ കൊടുക്കേണ്ടി വരും. അതായത് പൈപ്പായാലും കിണറായാലും അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലമായി. ഓക്കെ. അപ്പോൾ ഈ എല്ലാം നിർഭാഗ്യവശാൽ നമ്മളെ കേരളത്തിൽ ചുറ്റളവ് നോക്കുക മാത്രമാണ് വാസ്തു എന്നാണ്. അതാണ് നമ്മളിവിടെ കേരളത്തിന് പറ്റിയിരിക്കുന്നത്. ഈ പഞ്ചഭൂതം ഇങ്ങനെയൊരു സബ്ജക്റ്റേ കേരള വാസ്തുവിൽ ഇല്ല. അതാണ്
ശരിക്കും ഇവിടുത്തെ വാസ്തു എന്ന് പറയുന്നത് ശരിക്കും തച്ചൻ്റെ ആവശ്യമാണ് ഇവിടെ. അതായത് ഈ മരം വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അളവ് തെറ്റരുത്. അപ്പം ഒരു ആശാരിയുടെ പണി തുടങ്ങുന്നത് ലാസ്റ്റാണല്ലോ ഇതൊക്കെ കെട്ടിയുണ്ടാക്കുക. അപ്പോൾ ഉത്തരം വെക്കുമ്പോൾ എന്താണോ, വീട് ചുറ്റളവിലാണോ. അപ്പോൾ ആശാരി പറയും കണക്ക് തെറ്റരുത് കേട്ടോ. അപ്പോൾ കൽപ്പണിക്കാരൻ്റെ അടുത്ത് പറയും. ഇത് എന്നെ ഏറ്റുപിടിച്ച് കേരളത്തിൻ്റെ വിചാരം കണക്ക് തെറ്റരുത്, ഇതാണ് വാസ്തു എന്നാണ്. പക്ഷേ ഇത് ഒരുപാട് സബ്ജക്റ്റ് ഉള്ളതിൽ ഒന്ന് മാത്രമാണ് അത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ 5 എലമെൻറ്റ്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞോ 100% റിസൾട്ട് കിട്ടും, ഒരു സംശയവും വേണ്ട. അത് മാത്രം തന്നെയല്ല, ആ ഒരു ഭാഗം തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഇപ്പോൾ ചേച്ചി കുറേ ഇതൊക്കെ പറഞ്ഞപ്പോൾ പറയാം, അയ്യോ അപ്പോൾ എൻ്റെ മനസ്സ് പറയണം അപ്പോൾ സൗത്ത് വെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അല്ല, അപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുക. കാരണം സെൽഫ് എപ്പോൾ സ്ട്രോങ് അല്ലയോ പറ്റിക്കപ്പെടും. ഈ ഭൂമിയിൽ 2 തരത്തിലുള്ള ആളുകളാണ്, ഒന്ന് ഫോക്കസ്ഡും 2 അൺഫോക്കസ്ഡും. ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താ ആകണ്ടേ, എൻ്റെ ഉദ്ദേശം എന്താ, ഇതൊക്കെ നല്ല ബോധമുള്ള ആളുകൾ. ഇറ്റ് ഈസ് കോൾഡ് ഫോക്കസ്ഡ്. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഈ ബോധം ഇല്ലാത്ത ആൾ, അയാളെ പറയും അൺഫോക്കസ്ഡ് എന്ന് പറയും. ഭൂമിയിൽ ഇന്ന് വരെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളവരെ അൺഫോക്കസ്ഡ് ആയിട്ടുള്ളവരെ ഉപയോഗിക്കും. സെക്സിൻ്റെ പേരിൽ, ജാതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഹീലിങ്ങിൻ്റെ പേരിൽ എല്ലാത്തിലും ഉപയോഗിക്കും. ഒരൊറ്റ വഴിയുള്ളൂ, ബി ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറഞ്ഞോളൂ. പൂജാമുറിയും ബാത്റൂമും ഭിത്തി ഷെയർ ചെയ്യാമോ? ഷെയർ ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷെ ഒരു ദ്വാരം വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ്. പൂജാമുറി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അപ്പോൾ അതിനെ വേർപ്പെടുത്താൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഭിത്തി ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു ഹോള് വരികയാണെങ്കിലോ, ഒരു ദ്വാരം വരികയാണെങ്കിലോ, അപ്പോൾ എന്താണ്, ഈ ടോയ്ലറ്റ് ഇതിലത്തെ എനർജി പോസിറ്റീവ് ഇതാവും. അപ്പോൾ നമുക്കതിന് ഗുണം കിട്ടിയില്ല. അതാണ് ഒരു ഭിത്തി വന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ഇനി യഥാർത്ഥത്തിൽ ദോഷം മനസ്സിനാണ്. എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിനോട് ചേർന്ന് ടോയ്ലറ്റാണ്, ഇതെവിടെയാണ് പ്രശ്നം? ഇത് മനസ്സിലാണ്. അപ്പം ശരിക്കും ഹീൽ ചെയ്യേണ്ടേ, കറക്റ്റ് ചെയ്യേണ്ട മനസ്സിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഒരു റെമഡി പറഞ്ഞു തരാം. അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂജാമുറിയുടെ ടോയ്ലറ്റുള്ള ഭാഗത്തുള്ള വാളിന് ഒരു വുഡൻ പാനലിൽ നടത്തുകയാണെങ്കിലോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വാക്വം ക്രിയേറ്റഡ് ആയി. ഇപ്പം പൂജാമുറിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ടോ? ഇല്ല. ദാറ്റ്സ് ഓൾ, ഹീൽഡായി. ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായി? കിട്ടിയില്ലേ? അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ വാസ്തു ദോഷം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ്സ് ആണ് അധികം നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് അത് നോക്കുക, സ്റ്റഡി ചെയ്യുക ആൻഡ് ഹീൽ ഇറ്റ്. പണ്ട് ഹീറോ ഹോണ്ടൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. എന്താണ് നോക്കുക, ഹീൽ ചെയ്യുക, മറന്നു കളയുക. ഓക്കെ, ഒരു ചോദ്യം കൂടി എഴുതാം. ഈ അഴുക്ക് വെള്ളം കിഴക്കോട്ട് ഒഴുക്കി വിടാമോ? അഴുക്ക് വെള്ളം എന്നല്ല, ഒരു വെള്ളവും കിഴക്കോട്ടേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ അഴുക്ക് വെള്ളം, നല്ല വെള്ളം, ചീത്ത വെള്ളം, അത് ആരുടെ കൺസെപ്റ്റാണ്? നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാലും തീ കെടും, പച്ചവെള്ളം ഒഴിച്ചാലും തീ കെടും. പിന്നെ വടക്ക് കിഴക്കിലൂടെയാണ് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം വീട്ടിലേക്ക് വരുന്നത്. അതായത് ഭൂമി 2 ചലനം, അതിൻ്റെ സയൻസ് പറഞ്ഞുതരാം. 2 ചലനങ്ങൾ, ഒന്ന് സ്വയം കറങ്ങണ്, 2 സൂര്യന് ചുറ്റും കറങ്ങണം. അപ്പം സ്വയം കറങ്ങണ ഇവിടുന്ന് എവിടേക്കായിരിക്കും? പടിഞ്ഞാറിന്ന് കിഴക്കോട്ടേക്കാണ്. അപ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറിലേക്ക് ആര് വരും? സൂര്യൻ ചേട്ടൻ വരും. യെസ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രാണൻ അല്ലെങ്കിൽ സൂര്യൻ വരുന്നത് കിഴക്കുന്നാണ്. ക്ലിയർ? രണ്ടാമത്തെ ചലനം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് സൂര്യന് ചുറ്റുമുള്ള ചലനം ഭൂമിക്ക് സ്വയം കറങ്ങിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാണ്ട് ഇത് കറങ്ങാൻ പറ്റില്ലല്ലോ, 365 ദിവസം റൗണ്ട് അടിച്ച് വരണ്ടേ. അപ്പം അങ്ങനെയാണ് ഏത് ദിശയിലേക്കായിരിക്കും ഭൂമി മുന്നോട്ട് പോകുന്നത്? പേടിക്കണ്ട, ഒരു സ്കൂളിലും പഠിപ്പിക്കണില്ല, ഒരു കോളേജിലും പഠിപ്പിക്കില്ല, ഒരു പ്രിൻസിപ്പൾക്കും അറിഞ്ഞുകൂടാ. 29.8 km/s എർത്ത് ഈസ് മൂവിങ് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. 29.8 km/s വടക്ക് കിഴക്ക് മൂലയിലേക്ക് ഭൂമി പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളിപ്പോൾ ഒരു കാറ് പോവുകയാണ്, അപ്പോൾ കാറ്റ് വീശും ഇല്ലേ? വീശുമോ ഇല്ലയോ? ശരിക്കും വീശുണ്ടോ? ഇത് മുന്നോട്ട് പോകുന്നതിനെ കൊണ്ട് പ്രതിപ്രവർത്തനമായിട്ട് വരികയാണ്. യെസ്. അപ്പം 29.8 km/s വെൻ ദ എർത്ത് ഈസ് മൂവിങ് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് എന്തുണ്ടാവും? പ്രതിപ്രവർത്തനമായിട്ട് കാറ്റ് വീശൂല. കാരണം പ്രപഞ്ചത്ത് കാറ്റില്ല.
കാറ്റെവിടെയുള്ളൂ? ഭൂമിയിലേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ കാണാത്ത കുറേ റേസ് ഉണ്ട്, കോസ്മിക് റേസും കുറേ സാധനങ്ങളുണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മളെ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റൂല. കാരണം നമുക്ക് ഒരു ഇതിൽ കണ്ണിനെ കൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ചെവിടുകൊണ്ട് കേൾക്കുന്നത്, ഇതിനൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം മെഷറബിൾ, അളക്കാൻ പറ്റുന്നത്. അതായത് കണ്ണുകൊണ്ട് ഇത്ര അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പം നേരത്തെ കൃഷ്ണനെ കണ്ടു, അതൊരു ഒരു അത്ഭുതമാണത്. സാധാരണ ഗതിയിൽ അങ്ങനെ വരില്ല അത്. കാരണം നമ്മളെ വേവ് ലെങ്ത്തിൽ നിന്ന് പുറത്തുള്ളൊരു സാധനമാണത്. അപ്പം ചിലപ്പം ഭഗവാൻ അങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ചിലരുടെ ഭക്തിയുടെയൊക്കെ ശക്തിയിൽ സംഭവിക്കണതാണത്. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് ആ ചിലത് നമ്മളിതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം ഭംഗി കുടുങ്ങി പോകുമ്പോഴാണ് നമ്മൾ മായ കുടുങ്ങി പോകുമെന്ന് പറയുന്നത്. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാലോ നമുക്ക് കാണാൻ പറ്റുമോ? ഇറ്റ്സ് എ ഫീലിംഗ് അല്ലേ? അപ്പോൾ അതൊരു അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവത്തിലേക്ക് വരാൻ ഒന്ന് നമ്മൾ ഈ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ ഇതിനുമായിട്ട് സറൗണ്ടഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്താണ് ഒരു 8 മണിക്കൂർ രാവിലെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഉറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു എല്ലാ ദിവസവും മരിച്ചു പോകുന്ന മാതിരത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ വായൊക്കെ നാറുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ചുറ്റുഭാഗം എങ്ങനെയാണോ ഈ 5 എലമെൻറ്റ്സ് അതും നമ്മളുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആകും. ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ദിസ് ഈസ് എ ട്രൂത്ത്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞതിൽ ഇപ്പോൾ ഈ കിഴക്കോട്ടേക്ക് വെള്ളം ഒഴുകുന്നത്, അപ്പോൾ ശരിക്കും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് എർത്തിൻ്റെ ഷേപ്പ് എന്താ? എലിപ്സ് എന്ന് പറയും. എലിപ്സ്, അണ്ടാകാരം എന്ന് പറയും. റൗണ്ട് അല്ല, എലിപ്സാണ്. ജിയോയിഡ് എന്ന് പറയാം, എലിപ്സാണ് ശരിക്കും. എലിപ്സ്, അണ്ടാകാരം. അതായത് എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയുടെ ഷേപ്പ് എങ്ങനെയാണ്? മേലെ കുറച്ച് കൂർത്ത് വരും, താഴേക്കതായി വരും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു 29.8 km/s വടക്ക് കിഴക്കിലേക്കാണ് പോകണമെന്ന്. അപ്പോൾ ഭൂമിയുടെ വടക്ക് കിഴക്ക് നിങ്ങൾ പണ്ട് എന്താ പറയുക, നമ്മളെ ഫിസിക്സ് ബുക്ക് കണ്ടാൽ ദോശ ഇഷ്ടമാതിരി ഇങ്ങനെ റൗണ്ടൊന്നുമല്ല. ഫിസിക്സ് ബുക്ക് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് നമ്മളെ വിചാരം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നടന്നു എല്ലാവരും ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ടംബ്ലേഡ് സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ട്. അതും പോകുന്നത് കുറച്ച് മുകളിലേക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാത്ത് വേ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ബുക്കിൽ കണ്ട മാതിരി അല്ല. അപ്പോൾ എന്താ വടക്ക് കിഴക്കിലേക്ക് പോകുമ്പോൾ എന്താവും? അപ്പോൾ ആ വെള്ളത്തുള്ളിയുടെ എവിടെയായിരിക്കും ഉയരം കൂടുതൽ, വെയിറ്റ് കൂടുതൽ? താഴ്ഭാഗത്ത്. അതായത് എർത്തിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറാണ് ഭൂമിയുടെ അടിഭാഗം. അപ്പോൾ മേൽഭാഗമോ നോർത്ത് ഈസ്റ്റ്. ഇപ്പം തല തിരിച്ചിട്ടും ഒക്കെ ആയിട്ടൊക്കെ വരും, പക്ഷേ ബേസിക്കലി അങ്ങനെയാണ് പോവുക. പക്ഷേ നോർത്തും ഈസ്റ്റും മാറൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിൻ്റെ മേൽഭാഗം ഏതാണ്? നോർത്ത്. ക്ലിയർ? അപ്പോൾ ഈസ്റ്റ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവിടേക്കും കുറച്ച് ചെറുതായിട്ടും താഴ്ഭാഗം വലുതായിട്ടും വരിക. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്നിരിക്കണം. കേട്ടിട്ടില്ലേ? യെസ്. അപ്പം അങ്ങനെയാണ് വെള്ളം കൂടെ ഒഴുകും. തെക്ക് പടിഞ്ഞാറ് ഉയർന്നിട്ടാണെങ്കിൽ വെള്ളം കൂടെ ഒഴുകും കിഴക്കോട്ട്, വടക്ക് കിഴക്കിലേക്ക് ഒഴുകും. ഓക്കെ, അപ്പം വടക്ക് കിഴക്കിലേക്ക് വെള്ളം ഒഴുകുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇറ്റ്സ് കറക്റ്റ്. ഇനി അത് നല്ലതാകുക ചീത്തയാകുക അത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയിൽ ശുദ്ധജലം എന്നാണ് പറയുക. അതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ. പക്ഷേ അത് മണ്ണിൻ്റെ അടിയിലാണ്, പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അശുദ്ധത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം ഒന്നും വീട്ടിലേക്ക് വരരുത്, അത്രയേ ഉള്ളൂ. പിന്നെ പറയുക അശുദ്ധ ജലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ആനേനെയൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വടക്ക് പടിഞ്ഞാറ് കാണാം ഒരു കിണർ കാണാം, അത് പാത്രം കഴുകാനൊക്കെ എടുക്കുന്നത്. അവിടെയാണ് അശുദ്ധജലം എന്ന് പറയുക. അപ്പോൾ ശുദ്ധി അശുദ്ധി ഒരു പരിധി വരെയുള്ളൂ. പക്ഷേ വായുവായിട്ട് ടച്ച് ചെയ്യാത്ത വിധത്തിലാണെങ്കിൽ വടക്ക് കിഴക്കാണെങ്കിൽ പോലും കുഴപ്പമില്ല, താണ് കിടക്കുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ചോദ്യം. ഒരു ഇത് നേരത്തെ പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, എതിരുപോക്ക്, വരുത്തുപോക്ക്. അതും കൂടി ആക്കാട്ടെ. ഞാൻ ഏതായാലും മൈക്ക് പറയുന്ന സമയത്ത് ഹലോ
ഇപ്പൊ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് പറഞ്ഞില്ലേ, ഇപ്പൊ ഇപ്പൊ അവര് ആ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മ ചോദിച്ചത് അമ്മയുടെ വീട്ടിന്റെ ഒരു കൺസെപ്റ്റ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് മണിപ്പൂർ, മേഘാലയ ഭാഗം. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്തുകൊണ്ട് ഇന്ത്യക്ക് വളരാൻ വേണ്ടി വലിയൊരു കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നില്ല? എന്തുകൊണ്ട് ആസ് എ കൺസൾട്ടന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല? ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ കഴിയില്ലേ നമുക്ക്? നോർത്ത് ഈസ്റ്റ് എനർജി കൂടുതലാണെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഉള്ള ഗ്രോത്ത്, ലവിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാം? ഓപ്പോസിറ്റ് ഓഫ് ലവ് അല്ല, ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് ബിസിനസ്. ലവിൽ ഞാനെന്താ നിങ്ങൾക്ക് തരണ്ടേന്നാ വാരിക്കോരി കൊടുക്കും. ബിസിനസ്സിലോ എനിക്കെന്താ മുജേ ക്യാ മിലേഗ, എനിക്കെന്താ കിട്ടുക, അതാണ്. അപ്പോൾ ശരിക്കും ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്ത് ആണെങ്കിൽ അതിന് കുറച്ച് അസുരമാകണം. അതായത് ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്യുന്ന മാതിരി വേണമെന്ന് അറിയാം. സ്പിരിച്വലും വേണം, അതുമാതിരി തന്നെ ഫിസിക്കലും വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂട്ടർ ഓടിക്കുന്ന മാതിരിയാ, രണ്ടും ഇല്ലെങ്കിൽ വീണു പോകും. എത്ര വലിയ സംഘടനയാണെങ്കിലും സംഘടന നിലനിൽക്കണമെന്നുള്ള പണം വേണം. യെസ് ഓർ നോ? അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ വാസ്തുവിൽ പറയുമ്പോൾ എല്ലാ ഇതിൻ്റെയും ദേവതകൾ പറയുമ്പോൾ ദേവതയാണ്, പക്ഷേ നിറുതിയിൽ വരുമ്പോൾ അസുരന. നിറുതി എന്ന് പറഞ്ഞാൽ അസുരന. അതായത് അവിടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, ഇതാകണോ എൻ്റേത് എന്നുള്ളൊരു ഭാവം ഉണ്ടാകണം. നേരെ മറിച്ച് നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാലോ ഹൈ സ്പിരിച്വലാണ്. അതായത് ഞാൻ എന്താ കൊടുക്കുക എന്നാണ്. അതുകൊണ്ടാണ് മിസോറാം, മേഘാലയ, ഇവിടെയാണ് ആദ്യമായിട്ട് നിങ്ങൾ പോയാൽ കാണേണ്ട ഒരു ഇതാണ്. അതായത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ ഈ ബോഡോസ് എന്നൊക്കെ പറയും, അതുമാതിരി തന്നെ ഈ ട്രൈബൽസ് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. പക്ഷെ അവരുണ്ടാകും വലിയ കോട്ട കെട്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കും. ഞാൻ യാത്ര ചെയ്തതിനുണ്ട് കേട്ടോ. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ അവർ വളരെ വളരെ എന്താ പറയുക സിമ്പിളായിട്ടുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ട് പല ആളുകളും ഭക്ഷണവും സംസ്കാരമൊക്കെ മാറ്റിയിരിക്കുക. ഇപ്പോൾ എല്ലാവരും ആരെങ്കിലും കത്തി ഉണ്ടാവും. ഞാനൊരിക്കൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാറ്റ കൊണ്ടുവന്നു. എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അങ്ങനെ എടുത്തിട്ട് അന്ന് വായിലിട്ട്. അല്ല, അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതശൈലി. ഇതൊന്നും മോശമായിട്ടല്ല പറയുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ചപാവങ്ങളാണ്. ഇതിനെന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ്സാണ്. അതായത് ശിവനാണ് അവിടെ വരുന്നത്. അതാണ്. നേരെ മറിച്ച് ഇത് പൈസ ഉണ്ടാക്കണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരണം. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് മൂല എവിടെയാണെന്ന് അറിയാമായിരിക്കെങ്കിലും സൗത്ത് വെസ്റ്റ് കോർണർ, അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വേണ്ടത്. ഇനി എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഒന്ന് തൃച്ചംബരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ 1.5 കാലിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഗുരുവായൂരിലെത്തുമ്പോഴത്തേക്ക് മൂപ്പരെങ്ങനെയായി? സ്റ്റാൻഡിങ് കമ്മിറ്റിയായി, ഗുരുവായൂരപ്പനായി. ഓക്കെ, ഗുഡ്. നീ തിരുവനന്തപുരത്ത് എത്തുമ്പോഴോ അതെന്തുകൊണ്ടാണ് മൂപ്പര ഇവിടെ കിടക്കുന്നത്? ഏറ്റവും വലിയ തെളിവാണത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം വേണ്ടത്. എങ്ങോട്ട് തലവെച്ച് കിടക്കണേ? തെക്കോട്ട് തലവെച്ച് കിടക്കണേ. ക്ലിയർ? അതായത് നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ തലഭാഗം, നമ്മളെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാലിൻ്റെ ഭാഗം. ഭൂമിയുടെ പോസിറ്റീവ് എവിടെയാ? ഭൂമിയുടെ പോസിറ്റീവാണ് നോർത്ത്, ഭൂമിയുടെ നെഗറ്റീവോ സൗത്ത്. അപ്പോൾ റീചാർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇടണം? നമ്മളെ പോസിറ്റീവും ഭൂമിയുടെ നെഗറ്റീവ്. അതായത് അപ്പോൾ എങ്ങോട്ട് തലവെച്ച് കിടക്കണം? തെക്കോട്ട് തലവെച്ച് കിടക്കണം. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണിത്. ഈ നമ്മളെ ഗുരുവായൂർ അപ്പൻ മാറിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് എന്താണ്, കൃത്യമായിട്ട് കിടക്കുകയാണ്. അതും വെറുതെ അല്ല, തെക്ക് പടിഞ്ഞാറോട്ട് തല വെച്ചിട്ട് രത്നങ്ങളൊക്കെ കുമിഞ്ഞു കൂടിയിട്ട് മുമ്പിൽ കിടക്കുക. ഓക്കെ, വേണേൽ പരീക്ഷ നോക്കിക്കോളൂ. നിങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഒരു അലമാര തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് തിരിച്ചിട്ടൊന്ന് വെച്ച് നോക്കൂ. ഓക്കെ, സമ്പത്ത് വരും, ഒരു സംശയം വേണ്ട. ഈ സമ്പത്ത് ഉണ്ടാകുക ഇതൊക്കെ ശരിക്കും പാടുപെട്ട് കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയാണ് കുടുംബം വളർത്തിയ ഈ നെടുമുടി വേണുവിൻ്റെ ഡയലോഗിലൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ പ്യുവർലി നിങ്ങൾക്ക് യൂസ് ചെയ്തോ 100% റിസൾട്ട് വരും. നിങ്ങൾ എന്താണോ ലൈഫ്, നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ? വേറെ എവിടെയൊന്നുമല്ല നിങ്ങൾ വിടാൻ നോക്കണ്ടേ. നിങ്ങൾക്ക് രോഗമുണ്ടോ? വേറെ ഒന്നുമില്ല നിങ്ങളെ വീട്ടിലാണ്. നിങ്ങൾ സമർത്ഥനാണോ? വാക്കുകൾക്ക് ശക്തി വേണം. എന്താ അത് അവൻ്റെ പറയുന്നതിലൊരു വെയിറ്റ് ഉണ്ട് എന്ന് പറയുന്ന കിട്ടിയില്ലേ? ഇത് നിങ്ങളെ തെക്ക് പടിഞ്ഞാറ് മൂലേനെ ആശ്രയിച്ചാ അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഉണർന്നിട്ട് നമ്മളെ ബോധത്തോടുകൂടി പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സാറേ ഞാൻ നോക്കട്ടെ കേട്ടോ, അങ്ങനെ അതോടുകൂടി ബോഡി ലാംഗ്വേജ് മാറും. ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അപ്പം മനസ്സിലായി അയാളെ വീട് എങ്ങനെയാണെന്ന്.
അല്ല അത് പിന്നെ കുറേ എക്സ്പീരിയൻസ് കൊണ്ട് അറിയണ കേട്ടോ. അല്ല പറയാണ് ഇപ്പോൾ നമുക്ക് വാസ്തു ദോഷം എന്നുള്ള മാറ്റുക എന്നുവെച്ചാൽ നമുക്ക് ഭാഗ്യം എടുക്കുക. യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം ഭാഗ്യകൽപ്പം എന്നാണ് പറയുക. അതായത് ഒരാളെ ജീവിതത്തിൽ എങ്ങനെ ഭാഗ്യം ഉണ്ടാക്കാം. ഭാഗ്യം നമുക്ക് 3 തരത്തിലാണ് വരിക. ഒന്ന് ബൈ ബേർത്ത്. ചില ആൾ ഇസ്ലാമാവും, ചില ആൾ ക്രിസ്ത്യനാവും, ചില ആൾ അംബാനീൻ്റെ മോനാവും, ചില ആൾ ഫുട്പാത്തിലാവും. 40% ഭാഗ്യത്തിലാണ്. ബാക്കി എത്രയുണ്ട്? 60%. ഇതിൽ 25% പേഴ്സണൽ ലക്ക് എന്ന് പറയും, നമ്മളെ അധ്വാനം കൊണ്ട് വരുന്നത്. അത് കർമ്മഫലം എന്ന് പറയും. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുക. മെക്കാളെ പ്രഭുവിൻ്റെ സംഭാവനയാണ്. ഓക്കെ, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിന് തന്നെയാണ് കർമ്മഫലം എന്നുള്ള ഭാരതത്തിലെ സന്യാസിമാർ പറയുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യണത് അതുമാതിരി. അപ്പോൾ ഈ 40% ജന്മനാളിലാണ്, 25% കർമ്മത്തിൻ്റെയാണ്. ബാക്കി എത്രയുണ്ട്? 35. ഇതാണ് വാസ്തു. ഇതിൽ നിന്നാണ് വാസ്തു നിങ്ങൾക്ക് വർക്കൗട്ടാകുക. ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു ഭാഗ്യം നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ എൻ്റെ ഡിക്ഷണറിയൊക്കെ ഒന്ന് മാറ്റി എഴുതും. അതായത് ഒന്ന് 40% ജന്മനാളുള്ളത്, 25% പേഴ്സണൽ ലക്ക്, 35% നമ്മൾ എവിടെയാണോ ഏത് അന്തരീക്ഷത്തിലാണോ കിടക്കുന്നത് ആ അന്തരീക്ഷത്തിലെ എനർജി. താങ്ക് യു. ഒരുപാട് സാധനങ്ങൾ വാരി കൂട്ടിയിടാറുണ്ട്. ബെഡിൽ തന്നെ ഇട്ടേക്കും. ബാക്കി കിട്ടുന്നതെല്ലാം അവിടെ സൂക്ഷിച്ചിരിക്കും എന്നങ്ങ് പറഞ്ഞു. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്താന്ന് പറഞ്ഞില്ല. സാധാരണ എല്ലാവരും ഡ്രസ്സിലും എല്ലാം വാരി കൂട്ടിക്കൊണ്ടിടുന്ന ഒരു സ്ഥലം തന്നെയാണത്. ഗുഡ്, താങ്ക് യു. സി നമ്മൾ എന്താ പറയുക, എല്ലാ സാധനം കിട്ടിയാലും നമ്മൾ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകുക അല്ലേ. മാസും എനർജിയും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷനാണ്. മാസ് കൂടിയ എനർജി കുറയും. ഞാനും മൂപ്പരും കൂടി ഓടിക്കഴിഞ്ഞാൽ മൂപ്പര് മുന്നിലെത്തും അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ മാസ് ഉള്ള വ്യത്യാസമാണ്. അത് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ. അതേമാതിരി അപ്പം നമ്മളെ ബെഡ്റൂമിൽ കുറേ സാധനം കൊണ്ടുപോയിട്ടുണ്ടായി, മാസ് കൂടി. അപ്പോൾ അവിടുത്തെ എനർജി എങ്ങനെയായിരിക്കും? ഡൗൺ ആയിരിക്കും. പിന്നെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓറയുണ്ട്. ഇത് നമ്മളെ ഓറയായിട്ടൊക്കെ കണക്റ്റഡ് ആവും. ഇതാണ് ബെഡ്റൂമിൽ കുറേ സാധനങ്ങളുണ്ടോ, നമുക്ക് നേരം വെളുത്ത് എണീക്കാൻ മടിയായിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓറയിൽ കംപ്ലീറ്റ് ആ റൂമിലുള്ള സാധനങ്ങളുടെയും പഴയ ബുക്കിൻ്റെയും പഴയ പേപ്പറിൻ്റെയും ഒക്കെ ഇത് അതിൻ്റെ ആ ഓറയായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യപ്പെടുക. ഇപ്പം ബെഡ്റൂം ശരിക്കും നമ്മളുടെ സ്വർഗ്ഗമാണ്. അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണം എന്നാണ്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കഴിയുന്നതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. താങ്ക് യു. ഓക്കെ, ഇനി ഓഡിയൻസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാവുകയാണ്. ഒരു ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് ഗുരുജിയോടാണ്. ഗുരുജി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, സൂര്യനിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കുന്തി ദേവിക്ക് 5 പുത്രന്മാരുണ്ടായി. അതുപോലെ തന്നെ മേരിക്ക് യേശു ക്രിസ്തു ജനിച്ചു. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഞാനിത് ചോദിക്കാൻ വ്യക്തമായ കാര്യമുണ്ട്, കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഗുരുജിയോട് ഞാനത് ഷെയർ ചെയ്യാം, എൻ്റെ ലൈഫിൻ്റെ കാര്യം. ആയിക്കോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗുരുജി എന്ത് പറഞ്ഞാലും ഞാൻ ഇടയ്ക്കേറി പറയും. ഈ ആരോടൊക്കെ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് കറങ്ങി തിരിഞ്ഞ് അബാക് മീഡിയ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ സൂര്യൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പോലും വരണത്. ഇന്ന് നമ്മുടെ ഈ കാണുന്ന ലോകത്ത് നമുക്ക് ഇങ്ങനെയൊരു ജീവിതത്തിലൂടെ കുട്ടി സൃഷ്ടിക്കാൻ മാത്രമേ നമുക്കറിയാവുള്ളൂ. വാത്മീകി മഹർഷി ഇല്ല എന്നുണ്ടെങ്കിൽ രാമായണം ഉണ്ടോ? വ്യാസനില്ല എന്നുണ്ടെങ്കിൽ, വ്യാസഭഗവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മഹാഭാരതമില്ല. അപ്പോൾ രാമായണം ഉദാഹരണത്തിന് എടുക്കുകയാണ്. രാമായണത്തിൻ്റെ സൃഷ്ടി നടക്കുന്ന സമയത്ത് 12,000 വർഷമാണ് വാത്മീകി മഹർഷി തപസ്സിലിരുന്നത്. 12,000 വർഷം ഒരു മനുഷ്യൻ തപസ്സിലിരിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞ് ഈ സാറ് തന്നെ പറഞ്ഞു 120 വയസ്സാണെന്നല്ലേ. അത് കണക്കിൽ പെശകല്ല. നമ്മുടെ അലക്സാണ്ടർ സാറ് പറഞ്ഞു 37,000 വർഷത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞു. എന്നിട്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ പറഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കേണ്ട, എനിക്കെല്ലാം എൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്.